ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എന്താ വെച്ചാല് നേരിന്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ്. അതെ, നേരായിട്ടുള്ള ഒരു റിവ്യൂ പറയാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടു കഴിഞ്ഞത് ഇപ്പോൾ എത്തിയിട്ടുള്ളൂ. 9:30 ഷോക്കാണ് പോയി കണ്ടത്. അത്യാവശ്യം നല്ലൊരു മൂവിയാണ് നേര്. പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയാനുള്ള ക്യാരക്ടറിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ലാലേട്ടൻ, ഈ ഒരു ലാലേട്ടൻ്റെ ഗംഭീരമായ ഒരു തിരിച്ചുവരവ് തന്നെ നേരിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് ഒരുപാട് വ്യത്യസ്തമായ അഭിനയ മുഹൂർത്തങ്ങളിലൂടെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. മറ്റു പല സിനിമകളെ അപേക്ഷിച്ചിട്ട് നേരിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയണമെങ്കിൽ അഭിനയത്തിൻ്റെ ഒരു മികവ് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരു പേഴ്സണലി തോന്നുകയാണെങ്കിൽ ആ ഒരു അഭിനയത്തിൻ്റെ ഒരു മുഹൂർത്തം നമുക്ക് പലയിടത്തും കാണാൻ പറ്റും. അതേപോലെ എടുത്തു പറയേണ്ട 2 പേരാണ് പിന്നെ സിദ്ദിഖും അനശ്വര. ഇവര് സത്യം പറഞ്ഞാൽ ഇവര് 3 പേരും മാത്രമാണ് ആ പടത്തിലൊരു മികച്ച പെർഫോമൻസ് ആയിട്ട് എനിക്ക് തോന്നില്ല. പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് അനശ്വരയുടെ ഒരു അഭിനയം കേട്ടോ. വളരെ കണ്ണ് കാണാത്ത ഒരു കുട്ടിയുടെ രീതിയിൽ എങ്ങനെയൊക്കെ ആള് അഭിനയിക്കാൻ പറ്റുന്നു ആ രീതിയിൽ മൊത്തം അഭിനയിച്ച് തകർത്ത് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അത് എടുത്തു പറയണേ. പിന്നെ സിദ്ദിഖ പിന്നെ പറയേണ്ട ആവശ്യമില്ല, നമുക്ക് ആള് വീണ്ടും തെളിയിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് എടുത്തു വേണമെങ്കിൽ പറയാം. നല്ല റോള്. ഇനിയിപ്പോ വില്ലനായിക്കോട്ടെ, നായകനായിക്കോട്ടെ, സാധാരണ ആയിക്കോട്ടെ, കൊമേഡിയൻ ആയിക്കോട്ടെ, ഏതൊരു ക്യാരക്ടർ ആണെങ്കിലും അയ്യോ രക്ഷയില്ല എന്ന് പറയാം. കാരണം ഇതിലെ ഒരു നെഗറ്റീവ് റോളാണ് സിദ്ദിഖ ചെയ്തിട്ടുള്ളത്. പക്ഷെ നമുക്ക് അത്രയും ഒരു ചെറിയൊരു ഇറിറ്റേഷൻ തോന്നിക്കുന്ന ഒരു ക്യാരക്ടറാണ് സിദ്ദിഖയിൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് ആ ഒരു കഥാപാത്രത്തെ മൂപ്പർക്ക് നമ്മളെ അത്രയൊരു എന്താ പറയാ, നമ്മള് കാണുന്ന ജനങ്ങൾക്ക് ഒരു ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ അതാണ് ആളുടെ അഭിനയത്തിന്റെ ഒരു കഴിവ് എന്ന് പറയുന്നത്. അത് നമുക്ക് ആ കഥാപാത്രത്തോട് മാത്രമേ തോന്നുള്ളൂ കേട്ടോ, സിദ്ദിഖാനോട് ഒരിക്കലും തോന്നില്ല. ഭയങ്കര രസമായിട്ട് മൂപ്പര ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ അനശ്വര, പിന്നെ ജഗദീഷിന്റെ പിന്നെ കുഴപ്പമില്ല, ഒരു നോർമൽ ക്യാരക്ടറാണ്. ബാക്കി എല്ലാ ക്യാരക്ടേഴ്സിനും ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഒരുപാട് വലിച്ചു നീണ്ടിയിട്ടുള്ള കഥാപാത്രങ്ങളും കാര്യങ്ങളും ഷോർട്ട് എടുത്ത് വെക്കണമൊന്നുമില്ല. മെയിനായിട്ട് ഫസ്റ്റ് പാർട്ട് ഒരു വീടും സംഭവങ്ങളൊക്കെ കാണിക്കണം. പിന്നെ പിന്നെ ഫുൾ കോർട്ട് സീനും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. എനിക്ക് മനസ്സിലാവാത്ത എന്താ വെച്ചാൽ പ്രിയാമണിനൊക്കെ എന്തോ അങ്ങോട്ട്, കാരണം ഒരു നല്ല ഇതിലിക്കണ ഒരു ക്യാരക്ടർ വൈസുള്ള ഒരാളെ ഇതിൽ കൊടുന്നിട്ട് ഒരു അതിക്ക് മാത്രമേ ഒരു ഇതായിട്ട് തോന്നിയില്ല. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണ്. കാരണം 30 പേർക്ക് വേറെ ഒരു റോളും കാര്യങ്ങളും ഒന്നായിട്ട് ഇതിൽ കിട്ടിയതായിട്ട് എനിക്ക് തോന്നിയില്ല കണ്ടിട്ട്. ഒരു പ്രത്യേക എടുത്ത് പറയേണ്ട ഒരു ക്യാരക്ടറും കാര്യങ്ങളൊന്നും പറയാനുള്ള ഒരു സ്പേസ് ഇല്ലാതെ പോലെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എടുത്തു പറയേണ്ടത് ലാലേട്ടന്റെ ഒരു ഗംഭീര തിരിച്ചുവരവ് തന്നെയാണ്. അതെ, നല്ല രീതിയിൽ. അതെ, കാരണം കുറെ നമുക്ക് എന്താ പറയാ, കുറെ ക്യാരക്ടർ കൊണ്ട് മൂപ്പര് നമ്മളെ ഒരു ചെറിയൊരു അകൽച്ച മൂപ്പരിൽ നമുക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ രണ്ടുപേരും ഗംഭീര ലാലേട്ടൻ ഫാൻസ് ആട്ടോ. അത് ഫസ്റ്റ് അവള് പറയാം. ലാലേട്ടൻ, വിജയ്, ഇവർ രണ്ടുപേരുമായി ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാൾക്കാരാണ് ഞങ്ങൾ രണ്ടുപേരും. പക്ഷെ അപ്പൊ ലാലേട്ടന്റെ ഒരു ഗംഭീര തിരിച്ചറിവ് എല്ലാ ആളുകൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മളും ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം കാര്യം പറയട്ടെ, നമ്മൾ തിയേറ്ററിൽ ചെന്ന് കഴിഞ്ഞപ്പോ ഒരുപാട് ഫാമിലി ആയിട്ട് ഉള്ള ആൾക്കാർ, പ്രായം ചെന്നായിക്കോട്ടെ, എല്ലാം ആൺപെൺ വ്യത്യാസമില്ലാതെ വന്ന് കണ്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലാത്തൊരു തിരക്കിന്ന് തിയേറ്ററിൽ എനിക്ക്. പിന്നെന്താ ഈ ആൾക്കാരൊക്കെ പറയണത് പോലെ ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ ഫസ്റ്റ് 3 ദിവസം ഫാൻസുകാരാണെന്നൊന്നും അങ്ങനെ ഒന്നും പറയാൻ പറ്റൂല. കാരണം ഒരു കുടുംബത്തിൽ ഇപ്പൊ ഒരു 5 പേരുണ്ടെങ്കിൽ 5 പേര് പല പല ഫാൻസുകാരായിരിക്കും, അത് ഉറപ്പാണ്. കാരണം ഞാൻ ഇപ്പൊ വിജയ് ഫാൻ ആണെങ്കിൽ എന്റെ അനിയത്തിമാര് 2 പേരും സൂര്യ ഫാൻസാണ്. പിന്നെ എന്റെ അച്ഛനാണെങ്കിൽ വേറെ ആളുടെ ഫാൻസാണ്. അപ്പൊ അങ്ങനെ പലർക്കും പല ഫാൻസുകളൊക്കെ ഉണ്ടാവും. പക്ഷെ അതിപ്പോ എല്ലാരും ഇപ്പൊ ഞാൻ കണ്ടതിൽ നമ്മൾ പറഞ്ഞു വരുന്നത് ഫാമിലിയാണ് ഇന്ന് ഫുള്ള് ആ പടത്തിന് കേറിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്താ വെച്ചാല് നല്ല പടങ്ങളെ നല്ല റിവ്യൂസ് വരുന്നത് നല്ലൊരു ഇത് കാണുമ്പോ ആളുകൾ എന്തായാലും ഓട്ടോമാറ്റിക് ഇടിച്ചു കയറും. ആൾക്കാര് പരിചയമുള്ള ആൾക്കാർ തമ്മിൽ പറയുമ്പോഴായിരിക്കും എടാ പോയി കാണ് നല്ല പടവാ എന്ന് പറയുമ്പോഴല്ലേ ആൾക്കാർ പോയി കാണുക. അല്ലാതെ പൈസ മുടക്കി പോയി കാണാൻ ആൾക്കാർക്ക് ഒന്നും ഇല്ലല്ലോ. ഇല്ല, അതും വേറില്ല. എന്നിരുന്നാലും ഈ ആളുകളുടെ ഈ നെഗറ്റീവ് റിവ്യൂ കാര്യങ്ങളൊക്കെ പറയുന്ന ഓരോ ഇത് പറയുമ്പോ അവരൊരു പോസിറ്റീവ് അവർക്ക് പെട്ടെന്ന് തോന്നിയ ഒരു കാര്യങ്ങളായിരിക്കും അവര് പറഞ്ഞിട്ടുണ്ടാവുക.
പക്ഷെ എന്നാലും നല്ല സിനിമകളെ കണ്ടു കഴിഞ്ഞാൽ നമ്മളിത് പറയാം. കാരണം ജിത്തു ജോസഫ് വലിയൊരു സസ്പെൻസ് ത്രില്ലർ നമ്മൾ ഒരു ദൃശ്യ മോഡലൊക്കെ പ്രതീക്ഷിച്ചിട്ട് ഒരാൾ ഈ പടത്തിൽ കയറിയിട്ട് ഒരു കാര്യമില്ല. കാരണം അത് അങ്ങനെയുള്ള ഒരു പടമല്ല. കാരണം എന്താ വെച്ചാൽ വളരെ നീറ്റായിട്ട് ഒരു എമോഷണലി ഡ്രാമ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എമോഷണൽ ആക്കണ പല പല രംഗങ്ങളും പല പല സീൻസൊക്കെ നമുക്ക് അതിൽ കാണാൻ പറ്റും. ട്വിസ്റ്റ് ആയിട്ട് ഒരു പ്രതീക്ഷിച്ചിട്ട് ഒരു കാര്യമില്ല മക്കളെ. ട്വിസ്റ്റ് തീരെ ഇല്ല. അത് നമ്മൾ പറയാം. നമ്മൾ ചിന്തിക്കും അങ്ങനെ ആയിക്കൂടെ, അപ്പൊ അതാണ് ലാസ്റ്റ് വരുന്നത്. അങ്ങനെ ആവട്ടെ എന്ന് കരുതിയ അതെ അതെ അതെ. എനിക്ക് ഫസ്റ്റ് ക്ലൈമാക്സ് ആയതിന് എനിക്ക് മനസ്സിലായി. ഞാനത് ഇന്റർവെല്ലില് അവളോട് ഞാൻ സൂചിപ്പിക്കുകയും ചെയ്തു, ഇത് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ആദ്യം തന്നെ ഈ കുറ്റം തെളിയിക്കായിരുന്നു, ഇത്ര വലിച്ചു കിട്ടേണ്ട ആവശ്യം ഇല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ലാസ്റ്റ് ആ രീതിക്ക് തന്നെയാണ് വന്നത്. ആ രീതിയിൽ അവസാനം ചിന്തിക്കാവുന്ന കാര്യമാണ്. അതെ, അങ്ങനെ ആയിക്കോട്ടെ. നമുക്കൊരു നോർമലി ഒരാൾക്ക് കാണുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഇതേപോലത്തെ ഒരു മൈൻഡിൽ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ എന്തുകൊണ്ട് ചിന്തിച്ചൂടാന്നുള്ള ഒരു രീതിയിൽ നമുക്ക് ഫസ്റ്റ് നമുക്ക് അതിൽ തോന്നിപ്പോവും. അത് കുഴപ്പമില്ല, ഒരു പടത്തിന്റെ ഇതൊക്കെയാണ്. പക്ഷെ എന്നാലും വളരെ നീറ്റായിട്ട് നമുക്കതൊരു നല്ലൊരു രസകരമായിട്ട് പോയിട്ടുണ്ട്. ബോറടിപ്പിക്കലില്ല, ഒന്നുമില്ല. നമ്മളിങ്ങനെ അടുത്ത് ഇനി എന്താ ഇൻട്രസ്റ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്ന ആലോചിച്ചോണ്ട് ഇങ്ങനെ. അതെ അതെ അതെ, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിട്ടോ. അതിപ്പോ വേണമെങ്കിൽ നമുക്ക് പറയാം. ലാസ്റ്റത്തെ ഒരു സോങ് ഉണ്ടായിരുന്നു. നമ്മള് പാട്ട് പോകുന്നോണ്ട് ഒന്നും ശ്രദ്ധിക്കുന്നു. നമ്മള് കഥയിലിരുന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് കിട്ടിയില്ല. സത്യം പറയാൻ എനിക്ക് സോങ് കിട്ടിയില്ല. ഞാൻ കഥയിൽ ഇൻവോൾവ് ആയിട്ടിരിക്കുവായിരുന്നു. അതെ, അപ്പോ ഇത്രക്കന്നെയാണല്ലോ പറയാനുള്ളത്. മെയിനായിട്ട് നേര് എന്നുള്ളൊരു സിനിമയില് നമ്മൾ എന്താണ് ലാലേട്ടനിൽ നിന്ന് പ്രതീക്ഷിച്ചത് മൂപ്പര് ഒരു തിരിച്ചറിവ് നടത്തിയിട്ടുണ്ട്. ഇനി ഇതേപോലെ നല്ല നല്ല സ്ക്രിപ്റ്റുകൾ ആള് സെലക്ട് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പഴയ ലാലേട്ടൻ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ അടുത്തത് വാലിബൻ വരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് ബാറോസ് വരുന്നുണ്ട്, പിന്നെ ലൂസിഫർ, എമ്പുരാൻ വരുന്നുണ്ട്. അങ്ങനെ കുറെ പ്രതീക്ഷകൾ വെക്കാവുന്ന കുറെ പ്രോജക്റ്റ് നമുക്ക്. അപ്പൊ അത് അങ്ങനെയൊക്കെ നമുക്ക് നല്ലൊരു പ്രതീക്ഷ വളർത്താൻ ഒരുപാട് ചിത്രങ്ങളിൽ ലാലേട്ടൻ നമുക്ക് തരും, നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ എന്തിലും അമിത പ്രതീക്ഷ വെച്ചിട്ടും കാര്യമില്ല. പടം കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയാലാണ് നമുക്കും പറയാൻ പറ്റുള്ളത് എന്താണ് അവസ്ഥ എന്നുള്ളത്. പക്ഷെ നേരെ നമുക്ക് 100% പറയാം, നല്ലൊരു ഫാമിലി തിയേറ്റർ പടമാണ്. എല്ലാവർക്കും ധൈര്യമായിട്ട് പോയി കാണാം. കൊടുത്ത കാശ് മുതലാവും. ചിലവർക്ക് പകുതി വേറെ അഭിപ്രായം ഉണ്ടാവും, ചിലവർക്ക് ഇതുണ്ടാവും. പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും നോർമലി ഇഷ്ടപ്പെട്ടു. ഒരു 100-ല് ഒരു 70-75% മാർക്ക് കൊടുക്കും. അങ്ങനെ പടയല്ല, ഭയങ്കരമായിട്ട് ഇത് വെച്ച സബ്ജക്റ്റും കൊള്ളാം. ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററായ അതിൽ അഭിനയിച്ച നമ്മുടെ ശാന്തി അല്ലെ, ശാന്തി തന്നെയാണ് പേര്, എനിക്കറിയില്ല. നമ്മുടെ ദൃശ്യം 2-ലെ ലോയർ, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. ആള് നല്ല രീതിയിൽ തന്നെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അതിന്റെ രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് അത് മൂവ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അത്രേ ഉള്ളു ഗൈസ് നമ്മുടെ നേരിന്റെ റിവ്യൂ. ഓക്കെ, അപ്പൊ നാളെ അടുത്ത സലാറുണ്ട് കേട്ടോ. സലാറ് കണ്ടിട്ട് നമുക്ക് അടുത്ത റിവ്യൂ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്നാ ബൈ.